ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ അച്ചാറിൻ്റെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ചിക്കൻ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇനി ഈ ചിക്കൻ അച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ബോണോട് കൂടിയിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇത് ബോൺലെസ് ചിക്കനിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഇത്ര വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം, കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ചുരുങ്ങി വരും. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കൈവച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് ചിക്കനിൽ പൊടികളൊക്കെ പിടിക്കത്തക്ക വിധത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത്, ഫ്രീസറിൽ വെക്കരുത്, ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് അതൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ കടുക് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഒരു അരമണിക്കൂർ വെക്കുമ്പോഴേക്ക് കുതിർന്ന് കിട്ടും. കടുകല്ലേ, പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇപ്പോൾ ഇതാ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച ചിക്കനില്ലേ, അത് ഏകദേശം 1/4 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണമെന്ന് ഫ്രൈ ചെയ്തെടുക്കാനേ. തണുപ്പോട് കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇപ്പോൾ ഏകദേശം ഒന്ന് തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പോളം വെളിച്ചെണ്ണ ഫ്രൈങ് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കുറച്ച് വലിപ്പമുള്ളത് കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തത്. ചെറുതാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനില്ലേ, അതൊന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് തമ്മിലൊട്ടാതെ ഇതുപോലെ ഒന്ന് വിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ പാനിൽ കൊള്ളുന്ന അത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇതാ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇത് ഫ്രൈ ആയതിന് ശേഷം അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് കുറച്ച് ദിവസം കേടുകൂടാതിരിക്കണമെങ്കിൽ നന്നായിട്ട് തന്നെ ചിക്കൻ ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ഇനി ഇതിപ്പം മുഴുവൻ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. ഈ ഒരു പരുവത്തിൽ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ ഇങ്ങനെ ചിക്കൻ നല്ലതായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ. എന്നാലന്ന് കുറച്ച് നാൾ അച്ചാർ കേടുകൂടാതിരിക്കുള്ളൂ കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുന്ന ഇതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ഈ ഫ്രൈ ചെയ്തെടുത്ത ഇതേ എണ്ണയിൽ തന്നെ കുറച്ചുകൂടെ കറിവേപ്പില ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനില്ല, അത് ഒന്നുകൂടെ കൈവച്ചൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ വിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കനും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ ഇതാ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുവശവും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. ഇനി ഇതും നേരത്തെ മാറ്റി വെച്ച ചിക്കനിലോട്ട് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച കടുകില്ലേ, അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുക്കാം. കൂടെ കറിവേപ്പില ഒരു 3-4 ഇല കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കറിവേപ്പില നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഈ സമയത്ത് ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ നോക്കാം. ഇനി ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം.
ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച വെളിച്ചെണ്ണയില്ലേ അതിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതൊന്ന് അരിച്ച് മാറ്റി വെച്ചതായിരുന്നു. അതുപോലെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് മുഴുവനായിട്ട് തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ, എന്നാലത് നമുക്ക് കടുകിട്ട് പൊട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ടൊരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കടുക് ഉലുവയൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലോട്ട് നമ്മൾ നീളത്തിൽ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു വെളുത്തുള്ളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ അരച്ചെടുക്കുന്നതും നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ല. ഇനി 1/4 കപ്പോളം ഇതുപോലെ നീളത്തിലരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും ഞാൻ നീളത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തത്. രണ്ടും നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ നോക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരണേ, എന്നാലാണ് നമുക്ക് അച്ചാർ കുറേ നാൾ കേടുകൂടാതിരിക്കുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കുറച്ചേറെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ കടുക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ചേർത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോ ടേസ്റ്റ് മാറുന്നവരെ അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ അരച്ച് ചേർക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ. ഇനി ഇതും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരട്ടെ. അപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായി മൂത്തൊരു സ്മെല്ല് വരുന്നത് ഈ സമയത്ത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയിലെ എരിവുള്ള മുളക് പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 5 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേക്കാം. കാരണം നമ്മൾ ഓൾറെഡി ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് പൊടി ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ അച്ചാറിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവുക. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം ചെറുതായിട്ട് ഓണാക്കി വെച്ചതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നേരത്തെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റുന്ന സമയത്ത് ഒരു 3 പച്ചമുളക് കൂടെ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചിക്കനില്ല അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കനിലോട്ട് പൊടികളുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്തെടുത്ത ഈ ചിക്കനിലോട്ട് 1/2 കപ്പ് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം വേണം ഇതിലോട്ട് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ. ഇപ്പം ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ഈസി ആയിട്ടുള്ള പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇതേപോലെയുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായും കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.